ഒരുപാട് എക്സ്പെക്ടേഷൻസോടെ ഞാൻ പോയി കണ്ട ഒരു മൂവിയാണ് ജോക്കർ ഫെലിയ ഡു, അതായത് ജോക്കർ 2. കാരണം ജോക്കർ 1ന്റെ ഒരു സീക്വലായിട്ട് വരുന്ന മൂവി ആൻഡ് അതേ ഡയറക്ടറാണ്, അതേ ടീമൊക്കെ തന്നെയാണ്. ആൻഡ് സിനിമ കണ്ടു നോക്കിയപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എന്തിനാണ് ഇങ്ങനത്തെ ഒരു സീക്വൽ? എന്ത് ആവശ്യമായിരുന്നു? ഒരു ആവശ്യമില്ല. കാരണം ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് വേറെ ലെവൽ ടോപ്പിൽ നിൽക്കുന്ന സിനിമയാണ്. സോ അങ്ങനത്തെ വേറെ ലെവൽ ഓഫ് സിനിമ ചെയ്തിട്ട് ഓക്കെ അതിന്റെ സെക്കൻഡ് പാർട്ട് ചെയ്യാം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ കൊണ്ട് ചെയ്തിട്ട് ഒരു തരത്തിൽ നമ്മളെ എൻഗേജിപ്പിക്കാത്ത അല്ലെങ്കിൽ ഒരു തരത്തിൽ നമ്മളെ കണക്ട് ചെയ്യിപ്പിക്കാത്ത ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൽ ഒരുപാട് എലമെന്റ്സ് മിക്സ് ചെയ്ത് പോകുന്നുണ്ട്. ഒന്നൊരു കോർട്ട് റൂം ഡ്രാമയായിട്ട് അവർ പ്രസന്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, മറ്റൊന്നൊരു മ്യൂസിക്കൽ മൂവിയായിട്ട് പ്രസന്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, മറ്റൊന്ന് റൊമാൻസ് ബിറ്റ്വീൻ ജോക്കർ ആൻഡ് ഹാർലി ക്വിൻ, അങ്ങനത്തെ ഒരു കാര്യം പ്രസന്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഈ ഒരു 3 എലമെന്റ്സ് ഒറ്റ പടത്തിൽ മിക്സ് ചെയ്യാൻ നോക്കിക്കൊണ്ട് തന്നെ ഒരു തരത്തിൽ ഒന്നും വർക്കായിട്ടില്ല. ഞാൻ ഈ പറയുന്ന മൂവിയുടെ സ്ക്രീൻ പ്ലേ ആൻഡ് സ്റ്റോറി വൈസ് മാത്രമാണോ, ഇതിന്റെ ഒരു ടെക്നിക്കൽ വൈസ് നോക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ വേറെ ലെവലാണ്. എസ്പെഷ്യലി ജോക്കൻ ഫിനിക്സ് ഒക്കെ ആ ഒരു ജോക്കറായിട്ട് പുള്ളിക്കാരൻ ഫസ്റ്റ് പാർട്ടിൽ തന്നെ വേറെ ലെവൽ ഓഫ് പെർഫോമൻസ് ആയിരുന്നു. സെക്കൻഡ് പാർട്ടിലും അതുപോലെ തന്നെ പുള്ളിക്കാരൻ പൊളിച്ചിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടറായിട്ട് അങ്ങ് മറ്റേ ജീവിക്കുന്നൊക്കെ പറയത്തില്ല, ആ രീതിയിലുള്ള ഒരു കിട്ടിലുമായിട്ടുള്ള പ്രസന്റേഷൻ ആയിരുന്നു ക്യാരക്ടർ. ലേഡി ഗാഗയുടെ കാര്യം പറയുകയാണെങ്കിലും ആ ഒരു ഹാർലി ക്വിൻ എന്ന ക്യാരക്ടറായിട്ട് പുള്ളിക്കാരിയും അടിപൊളിയായിരുന്നു. ചില സീക്വൻസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ഈ ജോക്കറിനെ ആദ്യം മീറ്റ് ചെയ്യുന്നതും ആൻഡ് ഇതിന്റെ തേർഡ് ആക്ടിൽ വരുമ്പോൾ ജോക്കറിനെ പിന്നീട് ഒരു ഒന്നും കൂടി മീറ്റ് ചെയ്യുന്ന സീക്വൻസ് ഒക്കെ ഉണ്ട്. സോ ആ ഒരു എലമെന്റ് ഒക്കെ നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു മൂടെ വിഷ്വൽ വൈസും കളറിങ്ങും അതൊക്കെ വേറെ ലെവലായിരുന്നു. വിഷ്വൽ വൈസ് ഒക്കെ എടുത്ത് പറയണം, ഓരോ ഫ്രെയിംസും പൊളിയായിരുന്നു. അതായത് ചില ഫ്രെയിംസ് ഒക്കെ ഉണ്ട് ഒരു രക്ഷയില്ലാത്ത ഫ്രെയിംസ്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ജോക്കർ നടന്നു പോകുമ്പോൾ ഒരു ടോപ്പ് ആംഗിൾ ഉണ്ട്, അതായത് കുറച്ച് പോലീസ് ഓഫീസർ കൂടെയും കൊണ്ട് നടക്കുന്ന, വേറൊന്നും പറയുന്നില്ല മാൻ, അതൊരു 1.5 ഫ്രെയിം ആയിരുന്നു. അങ്ങനത്തെ ഒരുപാട് സിനിമയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ ഫ്രെയിംസ് എന്നൊക്കെ പറഞ്ഞാൽ ഇജാതി ഫ്രെയിംസ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ടെക്നിക്കൽ വൈസ് മാത്രമല്ലല്ലോ ഈ മൂവിനെ അടിപൊളിയാക്കുന്നത്. പക്ഷെ ആ ഒരു സ്റ്റോറി സ്ക്രീൻ പ്ലേ ഒരു തരത്തിൽ നമ്മളെ കണക്ട് ചെയ്യിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു തരത്തിൽ നമുക്ക് മറ്റേ ഒരു എൻഗേജിങ് ഫീൽ തരുന്നില്ല. മൂവിയുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ജോക്കർ 1 എവിടെ എൻഡ് ആയോ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ മൂവിയുടെ ആദ്യത്തെ 2-3 മിനിറ്റ് ഒരു ആനിമേറ്റഡ് സീക്വൻസ് കാണിക്കുന്നുണ്ട്, അത് റീക്യാപ്പ് പോലെ ആയിട്ട്. അത് ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഒരു 90s പോയി നമ്മൾ പണ്ട് ബാറ്റ്മാന്റെയും ജോക്കറിന്റെ ഒക്കെ കാർട്ടൂൺസ് കാണത്തില്ല, ആ ഒരു ഫീൽ കിട്ടി എനിക്ക്. ആൻഡ് പിന്നീടുള്ള സീക്വൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ഹാഫ് ഫുൾ എന്ന് പറയുന്നത് ജോക്കറിനെ അറസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ജയിലിനകത്ത് വെച്ചിട്ടുള്ള സീക്വൻസ് ആണ്. അതിൻ്റെ അകത്ത് എങ്ങനെ പുള്ളിക്കാരൻ സർവൈവ് ചെയ്യും, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് പുള്ളിക്കാരൻ എങ്ങനെയാണ് ആ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ആ ജോക്കർ എന്നൊരു ക്യാരക്ടറായിട്ട് നമുക്ക് ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റും, ഓഫ് കോഴ്സ് പറ്റും. പക്ഷെ ബാക്കി ആ സറൗണ്ടിങ്സും അതിന്റെ സ്ക്രീൻ പ്ലേയും അല്ലെങ്കിൽ ആ ഒരു ബാക്കിയുള്ള ക്യാരക്ടേഴ്സും ആ വേൾഡ് ബിൽഡായിട്ട് ഒട്ടും കണക്ഷൻ നമുക്ക് തോന്നത്തില്ല. ആൻഡ് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ഒരു കോർട്ട് റൂം ഡ്രാമയാണ്. സത്യം പറയാം, ആ ഒരു കോർട്ട് റൂം ഡ്രാമ സീക്വൻസിൽ ഒരു സീനിൽ പോലും എൻഗേജിങ് ആയിട്ടുള്ള ഒറ്റ ഷോട്ട് പോലും ഇല്ല. വളരെ സ്ലോ പീസ് ആയിട്ട് നമ്മളിങ്ങനെ ആ ഒരു ഫ്ലോയിൽ പോകുന്നതൊക്കെ കണ്ടു തീർക്കാം എന്ന രീതിയിലാണ് പോകുന്നത്. അവിടെ പോലും വലിയ രീതിയിലുള്ള കണക്ഷനും തരുന്നില്ല. ഈ ഒരു മൂവിയുടെ ആ ഒരു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഹാഫിൽ മെയിൻലി സംസാരിച്ചു വന്ന കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മളെ ഈ ജോക്കർ ഹാർലി ക്വിനെ മീറ്റ് ചെയ്യുന്നതും അവർ തമ്മിലുള്ള ഇമോഷൻസും അല്ലെങ്കിൽ അവരുടെ റൊമാൻസ് ഒക്കെയാണ്. ആൻഡ് ഇതിൽ ഏറ്റവും വലിയ ബോറടിപ്പിക്കുന്ന സീക്വൻസ് എന്ന് പറയുന്ന ഒരു പാട്ട് കച്ചേരിയായിരുന്നു സിനിമ ഫുള്ള്. ആദ്യത്തെ ഒരു 2-3 പാട്ടൊക്കെ കുഴപ്പമില്ല, നൈസായിട്ട് പോകുന്നുണ്ട്. ജോക്കറും ആ ഒരു ക്യാരക്ടർ പ്രസന്റേഷനും സറൗണ്ടിങ്സ് ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ ഇതേ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ ലൂപ്പ് പോലെ വന്നുകൊണ്ടൊന്നും നല്ല മടുപ്പ് പോകുന്നു. അതായത് രാവിലെ 7 മണിക്കാണ് പോണത്, നല്ല ഉറക്കമൊക്കെ ഉണ്ട്, എന്നിട്ടും പോയിരുന്ന് കാണുമ്പോൾ ഈ പാട്ട് കച്ചേരിയൊക്കെ വെച്ചുകൊണ്ടിരുന്ന സത്യം പറഞ്ഞ് ഉറക്കം വരും. ആദ്യത്തെ 1-2 പ്രാവശ്യമാണെങ്കിൽ കുഴപ്പമില്ല, പിന്നീട് അങ്ങോട്ട് എല്ലാം എന്ത് ചോദിച്ചാലും അതിന്റെ റിപ്ലൈ ആയിട്ട് പാട്ടോടെ പാട്ട്. ആദ്യത്തെ 1-2 പാട്ടൊക്കെ എങ്ങനെയൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിൽ പോയി, പക്ഷെ അവസാനം വരെ ഈ സാധനം നല്ല രീതിക്ക് ബോറടിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ഈ സിനിമയുടെ ശരിക്കും ഒരു എൻഗേജിങ് ചെറുതായിട്ടെങ്കിലും എനിക്ക് ഫീൽ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു തേർഡ് ആക്ടിലോട്ട് വരുമ്പോഴാണ് അവസാനത്തെ ഒരു 20-25 മിനിറ്റ് ശരിക്കും ആ ഒരു കോർട്ട് റൂം ഡ്രാമയൊക്കെ കഴിഞ്ഞിട്ടുള്ള ജോക്കറിന്റെ കുറച്ച് സീക്വൻസ് ഉണ്ട്, അതൊക്കെ കുറച്ച് അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട്. ആൻഡ് ഇതിന്റെ ഫൈനൽ ആക്ട് അല്ലെങ്കിൽ ആ ഒരു ക്ലൈമാക്സ് എൻഡ് എന്നൊക്കെ പറയുന്നത് ഒരിക്കലും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആസ് ഒരു DC ഫാൻ, ആസ് ഒരു ബാറ്റ്മാൻ ഫാൻ, അല്ലെങ്കിൽ ആസ് ഒരു ജോക്കർ ഫാൻ, അങ്ങനെ ഒരു ഫാൻ ബോയിനോട് ചോദിക്കുകയാണെങ്കിൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ക്ലൈമാക്സ് ആണ് ഈ മൂവിക്ക് വന്നിരിക്കുന്നത്. വേറെ എങ്ങനെയോ എൻഡ് ചെയ്യിപ്പിക്കായിരുന്നു, വേറെ എങ്ങനെയൊക്കെയോ കിടലോട്ടൊക്കെ എൻഡ് ചെയ്യിപ്പിക്കുന്ന സീക്വൻസിന് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടുപോകും, ഞാനത് പറയുന്നില്ല. ഓവറോൾ ഒരു തരത്തിലും സത്യം പറഞ്ഞാൽ എന്തിനാണ് ഇങ്ങനത്തെ ഒരു മൂവി ഇവർ ചെയ്തത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഫസ്റ്റ് പാർട്ട് എന്നൊക്കെ പറയുന്നത് മറ്റേ ടോപ്പിക് കൊണ്ട് വെച്ചിട്ട് അതിന്റെ 7 അയലത്ത് പോയിട്ട് ഇനി ഓർക്കാൻ കൂടി വയ്യ. മറ്റേ ഇന്ത്യൻ 1 കണ്ടിട്ട് നമ്മൾ ഇന്ത്യൻ 2 കണ്ടപ്പോൾ ഉള്ള അവസ്ഥയില്ലേ, അതേപോലെ ആയിരുന്നു സിനിമ. അവർ എൻ്റെ മൂടെ മേക്കിങ്ങും പ്രസന്റേഷനും അല്ലെങ്കിൽ ബാക്കി ടെക്നിക്കൽ വൈസും എല്ലാം പൊളിയാണെന്ന് പറഞ്ഞാൽ അല്ലെ മൂവിയുടെ ബാക്ക് ബോൺ അല്ലെ നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു ആ ഒരു ഫീലും എൻഗേജിങ് ഒക്കെ കിട്ടുന്ന സ്റ്റോറിയാണല്ലോ, അത് ഒന്നുമില്ല സിനിമയിൽ, ഒന്നുമില്ല. ആകെ ഉള്ള ശരിക്കും സിമ്പിളായിട്ടും പറഞ്ഞുതരാം, ഈ ജോക്കർ ഹാർലി ക്വിനെ കാണുവാണ് ജയിലിനകത്ത് വെച്ചിട്ട്, അതിന് അതിനുശേഷം നടക്കുന്ന കുറച്ച് എലമെന്റ്സ് ഇത്രയേ ഉള്ളൂ. അതിനെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് പോർഷൻസ് ഒരുപാട് സെഗ്മെന്റ്സ് ഒക്കെ വന്നു പോകുന്നതാണ്. പക്ഷെ അവിടെയൊന്നും ഒരു തരത്തിലും അത് വർക്ക് ചെയ്യിപ്പിക്കാതെ ചുമ്മാ അങ്ങ് കൊണ്ടുപോയതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എൻ്റെ ഒരു ഒപ്പീനിയൻ
തന്നെയാണ്. സോ ആസ് ഒരു DC ഫാനായിട്ട് അല്ലെങ്കിൽ ജോക്കറും ബാറ്റ്മാനൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അതിനൊക്കെ കണ്ടു വളർന്ന ഒരു ഫാൻ ബോയ് ആയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഈ സിനിമ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. കാരണം ജോക്കർ എന്ന് പറയുന്ന മൂവി വേറെ ലെവലായിരുന്നു, മനസ്സിലായില്ലേ? ആ ഒരു മൂവി തിയേറ്ററിലാണ് പോയി കണ്ടത്. അതിന്റെ എക്സ്പീരിയൻസും അതിലെ ക്യാരക്ടറിന്റെ പെർഫോമൻസും ആയാലും ഒരു സ്റ്റോറി ആയാലും ആ ഒരു എൻഗേജിങ് എലമെന്റ്സ് എല്ലാം വേറെ ലെവലായിരുന്നു. സോ അതിന്റെ ഒരു സീക്വൽ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതേ ഡയറക്ടർ അതേ ടീമായിട്ടൊക്കെ പിന്നെയും ഒരു സീക്വലായിട്ട് വരുമ്പോൾ ഓഫ് കോഴ്സ് എക്സ്പെക്ടേഷൻസ് കാണും, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും കുറച്ചും കൂടി വേറെ ലെവലായിരിക്കുന്നു. പക്ഷെ ഇതൊന്നുമില്ല. സത്യം പറഞ്ഞാൽ സിനിമ കണ്ടുവച്ചപ്പോൾ ഒരു ഫീലും ഇല്ലായിരുന്നു. ഒട്ടും ഹാപ്പി അല്ല ഞാൻ. ഇതായിരുന്നു ഈ സിനിമ കണ്ടിട്ടുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് എക്സ്പെക്ടേഷൻ വെച്ച് പോയിട്ടാണ് എനിക്ക് അങ്ങനെ തോന്നി. അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇതിനേക്കാളും വേറെ ലെവലായിട്ടാണ് ആ ഒരു ജോക്കർ 1 കണ്ടത്. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഈ സിനിമ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അത്രേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. ഓൾറെഡി ഈ മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.